സ്റ്റേറ്റ് 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹൗ ദ ക്യാഷ് മെമ്മറി ക്യാൻ എൻഹാൻസ് ദ പെർഫോമൻസ് ഓഫ് ദ CPU ഇൻ എ പ്രോഗ്രാം എക്സിക്യൂഷൻ എൻവയോൺമെന്റ്. 3 മാർക്കിന് മൊഡ്യൂൾ 1ന്റെ പാർട്ടായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. Cache memory significantly enhances CPU performance in a program execution environment by reducing the average time needed to access data from the main memory. അതായത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് മെയിൻ മെമ്മറിയിൽ പോയിട്ട് ഒരു ഡാറ്റനെ ഫെച്ച് ചെയ്യുന്ന ആ ഒരു സമയത്തിനേക്കാളിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ റെഡ്യൂസിങ് ദ ആവറേജ് ആക്സസ് ടൈം, ക്യാഷ് മെമ്മറി speed up insertion execution, minimize CPU idle time, and improve throughput and system responsiveness. അതായത് ഇങ്ങനെ അസിസ്റ്റ് ടൈം കുറയുന്നത് കൊണ്ട് തന്നെ, റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻസ്ട്രക്ഷനെ ഫാസ്റ്റ് ആയിട്ട് നല്ല ഏറ്റവും സ്പീഡിൽ നമുക്ക് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്താ, CPU ഐഡിൽ ടൈം മിനിമൈസ്. CPU വെറുതെ ഇരിക്കുന്നില്ല, CPU ഐഡിൽ ടൈം എന്തായാലും നമ്മൾ മിനിമൈസ് ചെയ്യും. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇതിന്റെ ത്രൂപുട്ട്, സിസ്റ്റത്തിന്റെ റെസ്പോൺസീവ്നെസ്സും ത്രൂപുട്ടൊക്കെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 പോയിന്റ്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഫാസ്റ്റർ അസിസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഡാറ്റ. അതായത് നമുക്കറിയാം ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്പീഡ് മെമ്മറി ആണ്. ഓക്കെ, ഈ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്താ, ആ ഇൻസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഡാറ്റേൻ്റെ കോപ്പീസ് സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ മെമ്മറിയിൽ പോയിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്താ, മെയിൻ മെമ്മറിനേക്കാളിലും റാമിനേക്കാളിലും സ്പീഡ് കൂടിയ ക്യാഷ് മെമ്മറിയിൽ നമുക്ക് ആ ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പോയിന്റ്സിൽ പറയുന്നത്. ഓരോ പോയിന്റ്സ് നോക്കാം. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ഹൈ സ്പീഡ് മെമ്മറി ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ CPU. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് സ്റ്റോർസ് copies of the most frequently data and instruction. അതായത് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ് ചെയ്ത ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ്റെ കോപ്പീസ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദ ലാസ്റ്റ് പോയിന്റ്, സിൻസ് ക്യാഷ് മെമ്മറി ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റാം, അസസിങ് ഡാറ്റ ഫ്രം ഇറ്റ് ടേക്സ് ലെസ് ടൈം, സ്പീഡ് അപ്പ് ഓവറാൾ എക്സിക്യൂഷൻ. അതായത് റാമിനേക്കാളും സ്പീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഓവറോൾ എക്സിക്യൂഷൻ ഇത് സ്പീഡപ്പ് ചെയ്യുന്നു. ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പോയിന്റ്, ടെമ്പോറൽ ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. ക്യാഷ് exploits 2 key principles of memory access pattern. അതായത് ഫസ്റ്റ് വൺ ആണ് ടെമ്പോറൽ ലൊക്കാലിറ്റി. അതായത് if a program access a piece of data, it's likely to access the same data again soon. The cache hold this data for quick reuse. അതായത് ഒരു ഡാറ്റേനെ ഒരു പ്രോഗ്രാം ഒരു പീസ് ഓഫ് ഡാറ്റനെ ആക്സസ് ചെയ്യാണ്. ആ ഒരു ഡാറ്റനെ വീണ്ടും അത് ആക്സസ് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്യാഷ് മെമ്മറി ആ ഡാറ്റേനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് നമുക്ക് ക്വിക്കായിട്ട് തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ടെമ്പോറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ, സ്പേഷ്യൽ ലൊക്കാലിറ്റി. ഇഫ് എ പ്രോഗ്രാം ആക്സസസ് വൺ മെമ്മറി ലൊക്കേഷൻ, it will likely access nearby memory location. Cache loads block of data, not just a single byte, improving access to nearby data. അത് ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാണ്, അതിൻ്റെ നിയർ ബൈ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റേനെ ഇത് ക്യാഷിലോട്ട് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം നമുക്ക് നിയർ ബൈ ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നതും ഇംപ്രൂവ് ചെയ്യാണ് ഇവിടെ. അതിനെയാണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 പ്രിൻസിപ്പിൾസ് ആണ്, ടെമ്പോറൽ ലൊക്കാലിറ്റി ആൻഡ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. ഇനി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് മൾട്ടി ലെവൽ ക്യാഷിംഗ്. നമുക്കറിയാം ക്യാഷ് മെമ്മറിനെ തന്നെ നമ്മൾ L1 ക്യാഷ്, L2 ക്യാഷ്, L3 ക്യാഷ് ആക്കി പറയാറുണ്ട്. സോ അതിൽ L1 ക്യാഷ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഡയറക്ട്ലി കണക്റ്റഡ് ടു CPU കോർ. ഏറ്റവും സ്മോളസ്റ്റും ആൻഡ് അതേപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് L1 ക്യാഷ്. ദെൻ L2 ക്യാഷ് പറയുന്നത് L1നേക്കാളും ലാർജർ, സ്ലൈറ്റ്ലി സ്ലോവർ ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് L1. ദെൻ മൂന്നാമത്തതാണ് L3 ക്യാഷ്. അതായത് L3 ക്യാഷ് ഷെയർഡ് among cores, even larger, slower than L1 and L2, but still faster than RAM. അതായത് റാമിനെക്കാട്ടിലും ഫാസ്റ്റർ ആണ്, പക്ഷെ L1 L2 ക്യാഷസിനെ നോക്കുമ്പോൾ L3 ക്യാഷസ് എന്താണ്, സ്ലോവർ ആണ്. ഓക്കെ, ഇതിനെയാണ് മൾട്ടി ലെവൽ ക്യാഷിംഗ് എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറിന്റെ 3 ലെവൽസ് ഓഫ് ക്യാഷ് ആക്കി മാറ്റുന്നുണ്ട്, L1, L2 ആൻഡ് L3 ക്യാഷ്. സോ each level helps improve access time and ensure that frequently accessed data is available quickly. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.